മക്കളെ, നിങ്ങളെവിടെ? അമ്മ ഇറങ്ങാൻ പോവാ. പെട്ടെന്ന് വാ. ഇനി പോവാം. അമ്മ എന്ന് നമുക്ക് ഇറങ്ങാം. അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഞങ്ങളിപ്പോൾ പോയി പ്രശ്നം ഉണ്ടാക്കാതെ. അല്ല, അമ്മ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നാ വാ മക്കളെ. അമ്മയുടെ ഫസ്റ്റത്തെ ദിവസാ ഇന്ന് ഓഫീസില്. ഇനിയൊന്നും നിങ്ങൾ നിൽക്കേണ്ടതേ കദീസമ്മയുടെ വീട്ടില കേട്ടോ. നിങ്ങളെ കാര്യങ്ങളൊക്കെ മൈമോന് നോക്കിക്കോളൂ കേട്ടോ. ഓ വരി മക്കളെ. കദീസമ്മ, കദീസമ്മ, മൈമുന, മൈമുന. ആഹാ സുഷിയേ. ഇന്നാണ് എനിക്ക് ജോലി കിട്ടിയത്. അതെ കദീസമ്മ, എന്നാ ജോലി കിട്ടിയത്. അന്റെ പോയാപ്പിളെന്നാ ഗൾഫിൽ നിന്ന് വരിക? അതൊന്നും അറിയില്ല കദീസമ്മ. ഇത് കുട്ടികളെ ഏൽപ്പിച്ച വന്നതല്ലേ? ആ കദീസമ്മ, ഓരെ നമ്മള് പൊന്നു പോലെ നോക്കിക്കോളാം. പിന്നെ മൈമുന ഇവിടെ ഓള് മാർക്കറ്റിൽ പോയതാ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളിവിടെ ഇല്ലേ? മൈമുന, ഇവര് വരുന്നതിന് പ്രമാണിച്ച് ബിരിയാണി വെക്കാൻ വേണ്ടി സാധനം വാങ്ങാൻ പോയതാണ്. എന്താ ഇവരെ ഇവിടെ ആക്കി ഞാൻ പൊക്കോട്ടെ, വൈകുന്നു. ഇജ് പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇജ് നമ്മളെ മുത്തുമണിയാണ്. അതെങ്ങനെ ഞാൻ നിങ്ങളെ മുത്തുമണിയാവും? ഇവിടെ എന്തെങ്കിലും പറയണേ? ഞാനേ മുത്തുമണിയല്ല, മനു, മനൂസ് മനോഹരൻ. അടാ മനോഹര, ഇത് കൊള്ളാലോ. മറ്റാളെ പേരെന്താണ്? ചിഞ്ചു. ചിഞ്ചുമാനി പറഞ്ഞ പോലെ നല്ല മനോഹരിയാണല്ലോ. സുശീലെ, അന്റെ കരടി എത്ര നാളയച്ചിട്ടാ? അന്റെ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം ഞങ്ങൾ ഇപ്പോഴല്ലേ കാണുന്നത്? ഓള് കല്യാണം കഴിഞ്ഞാൽ ഗൾഫിക്ക് പോയതാ. പിന്നെ വരുന്നതാ ഈ ആഴ്ചയാണ്. അത് പിന്നെ അറിയിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാ. നാളെ ജിന്നെ അറിയിച്ചല്ലോ, ജിങ്ങോട്ടൊക്കെ വന്നില്ലല്ലോ. അല്ല, അന്റെ കുട്ടികളെ നമ്മൾ പൊന്നു പോലെ നോക്കും. അന്റെ മാരി നമ്മൾ ഗൾഫിലേക്കൊന്നും പോകില്ല. കല്യാണം കഴിഞ്ഞ് 6 വർഷം ഓള് ഗൾഫിൽ നിന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും വന്നത്? എനിക്കിവിടെ ഒരു ജോലി ശരിയായപ്പോ ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോകുന്നതാ. പിന്നെ ഇവിടെ വേറെ പരിചയക്കാരൊന്നും ഇല്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇത് നമ്മളെ വിശ്വസിച്ച് ഇവിടെ ആക്കി പോയിക്കോ. ഇനി നേരെ പോകും, സംസാരിച്ചിക്കണ്ട. ഞാൻ പോട്ടെ മോനെ. നിങ്ങൾ പോയിക്കോളി. മനോഹരനെ ഈ കദീസന്മാരെ പെരുത്തിഷ്ടയച്ചു. പിന്നെ നിങ്ങൾക്ക് കൂട്ടിന് എന്റെ പേരക്കുട്ടികൾ കിട്ടോ. അതാരാണ്? ഇജ് വേഗം പോയിക്കോ, കുട്ടിയെ ഇവിടെ വേഗം പോയിക്കോ. അടുത്ത നേരം കളയണ്ട, വേഗം പോയിക്കോ. നിങ്ങളമ്മ പോയിക്കണേ, വേഗം പേര് ഔത്തേക്ക് ഇരിക്കാം. മുത്തുട്ടിയെ, മുത്തുട്ടിയെ, മിന്നോ, മിന്നോ. അല്ല, ഇതിന്റെ എവിടെ പോയി കൊടുക്കുക? ഡാ മുത്തുട്ടിയെ, മുത്തുട്ടിയെ, മുത്തുട്ടിയെ. എന്താണ് വല്യമ്മ? എന്തിനാ നിങ്ങളെ കണ്ടു വിളിച്ചത് വല്യമ്മ? എന്താ വിളിച്ചാണ് വന്നാ പോരെ? മനുഷ്യന്മാരെ കൊണ്ട് കുറെ നേരം വർത്താനം പഠിപ്പിച്ചാനായിട്ട്. എത്ര വിളിച്ചാലാണ് വിളിയേക്കൂല. ഇതാ ഈ കുട്ടികളെ ഇന്ന് വൈകുന്നേരം വരെ നമ്മളെ കുടിയിലുണ്ടാവും. ഇവരെ ഏതാണ് വല്യമ്മ? ഇവരെ സുശീലാന്റിയെ. ആ ഗൾഫുകാരത്തി കുറെ കാലം ഇവിടുന്ന് പോയിട്ട്. ആ സുശീലാന്റിന്റെ മക്കളാണ്. ഇന്നാലേ നിങ്ങൾ വരപ്പം കളിച്ചോളിട്ടാ. ഇവരൊക്കാ ഞങ്ങളാ. എന്തേ കളിച്ചോ? ഇവരെ ഇനി എന്ന് ഇവിടെ ഉണ്ടാവും. എന്തിനാ ഇവര് എന്ന് പടക്കണേ? ഒരമ്മച്ചേ പണിക്കോവാണേ. അപ്പൊ ആ ടൈമിലെ ഒരു പടക്കണം. എന്ത് പണിയാ? തൊഴിലുറപ്പാ? തൊഴിലുറപ്പല്ലടാ, നല്ല ഓഫീസറെ ജോലിയാണ്. അതിനെന്തിനാ ഇവര് ഉടക്കണേ? ഓരോ വീടിന്റെ അടുത്തുള്ളപ്പോ നമ്മളല്ലേ? ഒരേ നമുക്ക് കുടുംബക്കാരെ അയൽവാസികളൊക്കെ ആയിട്ട് നമ്മളല്ലേ ഉള്ളവർക്ക്. അപ്പൊ ഒരുപാടാക്കി പോയി. അപ്പൊ എന്താ അവർക്ക് കുടുംബക്കാരൊന്നുമില്ലേ? കുടുംബക്കാരൊക്കെ ഒരുപാട് വിട്ടെന്നവരാക്കാൻ പറ്റുമല്ലോ. വൈകുന്നേരം ആകുമ്പോൾ ഓൾറെഡി തിരിച്ചു തരൂലേ? അതിന് നിങ്ങൾ പോരപ്പം കളിച്ചോളി. ഞാനില്ലേ അവിടെ ഉള്ളി എറിഞ്ഞേക്കട്ടെ. ശരി വരുമ്പോഴത്തേനെ ബിരിയാണി കളയാണ്. ഒരിക്കത്തെ ബിരിയാണി നമുക്ക് സാധാ ചോറ് കൊടുക്കലും. പിന്നെ വിരുന്നേർക്ക് സാധാ ചോറ് കൊടുക്കലും കൊടുക്കാൻ പറ്റുമോ? അല്ല, ഇവരെന്ന് വരൂലേ? അപ്പൊ ഇന്ന് ബിരിയാണി ഇവിടെ? അല്ലല്ല, ഇന്നൊരു ദിവസം മാത്രം. പിന്നെ ഒരു ചെറിയ ഞാറ് വരൂല. നമുക്ക് ലീവ് ഉള്ളപ്പോ ഒരു വരൂല. സമാധാനം. നിങ്ങളെ കുട്ടികൾ അങ്ങനെയൊക്കെ പറയണേ. കുട്ടികൾ കേൾക്കണ്ട. ഒരു കേട്ടപ്പോ ഞങ്ങൾക്കെന്താ? എന്തായാലും നമ്മൾ ഉള്ളിൽ ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോ ഓരപ്പം നിങ്ങൾ കളിച്ചോളി. വേറെ നിവർത്തിയൊന്നും ഇവിടെ. നിങ്ങളെ കളിച്ചാമനൊക്കെ കൊണ്ട് ഓർക്ക് കൊടുത്താൽ ഒരു കളിച്ചിട്ട് ഇവിടെ വൈകുന്നേരം വരെ നിൽക്കാളാണ് ഓടിക്കോളെ. ഒരു ചർപ്പിച്ചല്ല. ഞങ്ങൾ കളിച്ചാമനെ ഒരു കളിച്ചാൽ വാങ്ങിയതാ. എന്താണ് കുട്ടി ജി പറയണത്? ഒരു കളിച്ചു അത് കേടന്ന് പോവോ? ഹലോ, ഹലോ, ഹായ്. ഹായ്. എന്താണ് ഞങ്ങൾ പറ്റിയിട്ടില്ലാ തോന്നുന്നു. പറ്റിയിട്ടില്ലെങ്കിൽ നന്നായി. ഞങ്ങളവിടെ അടിച്ചു പൊളിച്ചിട്ട് തന്നെ പോവുള്ളൂ. അതെ, ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ച് തറമാറാക്കിയിട്ട് തന്നെ പോവുള്ളൂ. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ഇവിടെ പോകുന്നോ? അത് നിങ്ങൾ മനസ്സിലാച്ചാൽ മതി. കൊണ്ട് ഞങ്ങൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ വല്ലാണ്ട് ഓവറാക്കണ്ട. നിങ്ങൾക്കുള്ള പണി ഇതാ വരുന്നുണ്ട്. ഞങ്ങൾ കാത്തിരിക്കാണ് പണിക്ക്. ഇതേ എല്ലാം കറക്കണ്ടേ? ഒന്നേ പണി തരും. എനിക്ക് നീച്ച് നിൽക്കൂല. ആരും നീച്ച് നിൽക്കൂല. നമുക്ക് കാണാം ആരാ നീച്ച് കഴിക്കാതെ. ഈ പെണ്ണാൾ കൊള്ളാല. എടി മിന്ന എങ്ങോട്ടാ പോണേ? ഞങ്ങൾക്ക് കളിക്കാനൊക്കെ കൊടുത്തേ. നിങ്ങളുടെ എടുത്ത് കളിച്ചും പറഞ്ഞേ അത് കൊടുത്തിട്ട് നിങ്ങൾ ഏടച്ച് പോയിക്കോളി. മുത്തട്ടിയെ, ഇവിടെ നമ്മൾ വിചാരിച്ച ആളല്ല. ഇവരെ വിരുദ്ധന്മാരാണ്. ഇവരെ സൂക്ഷിക്കണം. സൂക്ഷിച്ചേ തീരൂ. വാമുത്തിട്ടെ, നമുക്ക് എന്തെങ്കിലും കൊടുന്നെടുക്കാം. അല്ലെങ്കിൽ വലിയ വാരി ഇരിക്കണൊക്കെ കേൾക്കും. അതിന്റെ എത്ര കൊടുന്നെടുക്കണേ? വലിയ നമ്മളോട് പറഞ്ഞതില്ലേ കൊടുന്നെടുക്കാതിരിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ലെങ്കിലും ഇതേ മുത്തിട്ടെ കളിക്കല്ല. വാ പിന്നെ ഇങ്ങനെ പോയി ജോലി കൂട്ടത്തിലാവുമല്ലോ. അവർക്ക് എന്ത് ചോദിച്ചാൽ കൊടുത്തെടുക്കാനേ? വലിയമാൻ കളിന്നൊക്കെ കേൾക്കട്ടെ. അവരൊന്നും കളിക്കണം ഇപ്പൊ തൽക്കാലം. വലിയമാനെ വയന്ന് മാത്രമല്ല, ഉമ്മച്ചിനെ വായന്നും കിട്ടും വെള്ളം നിറച്ച്. അല്ലോ, എന്നാ പിന്നെ നമുക്ക് കൊടുന്നെടുക്കാം. ഉമ്മച്ചി വേണമെങ്കിൽ അച്ഛൻ ചോദിച്ചു. വലിയമാനെ അച്ഛനൊന്നുണ്ടാവില്ല. ഇവരെ രണ്ടാളും നമുക്കൊരു പാഠം പഠിപ്പിക്കണം. പിന്നെ അല്ലാണ്ട് അഹങ്കാരികൾക്ക് നമുക്ക് അഹങ്കാരം കാണിച്ചു കൊടുക്കാം. അഹങ്കാരികളൊന്നുമില്ല, കുറച്ച് അസുഖമുള്ള കൂട്ടത്തിലാന്ന് തോന്നുന്നു. ഇവരേതായാലും വെറുതെ വിടണ്ട. നമ്മൾ മാനവരെയൊക്കെ കണ്ടു വന്നത് ഓർക്ക് നമ്മളെ പറ്റത്തൊന്നും നമ്മളെ കുട്ടില്ല. അപ്പൊ നമുക്ക് ഒരു വേണ്ട, അത്രേ ഉള്ളൂ. നമ്മളെ പരിചയക്കാർ രസം നീ പറയാം. എനിക്ക് വിടന്നാൽ മതി. എനിക്കും അല്ല ഒരു ഏതൊക്കെ നമുക്ക് കളിച്ചാൽ കൊടുത്തരാ. എന്ത് കൊടുത്താലും എന്താ? നമുക്ക് സന്തോഷത്തോടെ കളിച്ചാ അടിപൊളിയാക്കാം.
ആഹാ ബോളാണല്ലോ ഇങ്ങോട്ട് കടിക്ക. ഇത് നശിപ്പിക്കരുത്, ഇതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതാ. അതൊക്കെ ഞങ്ങൾ ആലോചിച്ചല്ല, നശിപ്പിക്കണോ വേണ്ടതൊക്കെ. നശിപ്പിക്കരുത് അത്രയാണ്. നശിപ്പിക്കണോ വേണ്ടതൊക്കെ നമ്മൾ പിന്നെ ആലോചിക്കാം. ഓ ഇവർ എന്നാ വീട്ടിൽ നിന്ന് പോവാന്നാവോ. ബോളൊക്കെ കൊടുത്താ പിന്നെ കൊടുക്കാതെ. ഇതിന്റെ ഫേവറേറ്റ് ബോൾ കൊടുത്തത് നേരത്തെ ഇവിടെ കളിച്ചാളത്. ഇന്ന മുതലും ഞാൻ കൊടുക്കൂല. എനിക്ക് പതിന്റെ പണിയില്ല, അത് കപ്പ എടുക്കലേ. അത് കളിച്ചോളി പോര്, അത് ബാക്കി തന്നോളൂ, ബാക്കി ഉണ്ടാവും. ഒരു ചെറിയ കുട്ടികളല്ലേ കേടെടുത്താനായിട്ട്, ഒരു കേടെടുത്തൊന്നുമില്ല. അല്ലെങ്കിൽ അതും ബേജാറായി കുത്തിറക്കണ്ട. പരിപാടി കാട്ടിയത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടണ്ട. എന്റെ സാധനങ്ങളൊക്കെ ഞാൻ എന്തായാലും എടുത്ത് വെക്കും, നോക്കിക്കോ. അയച്ചിട്ട് എന്റെ സാധനമൊക്കെ ഞാൻ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? നിന്റെ ഒക്കെ എന്താ ഉള്ളത്? ഇതൊക്കെയുള്ള മുഴുവൻ പാവക്കുട്ടികളാണ്. അതൊക്കെ ഒരു കേടെടുത്തു, ഒരു ബോളൊക്കെ ആര് കേടെടുത്താരാ? അങ്ങനെയാണെങ്കിൽ എന്റെ മേക്കപ്പ് ബോക്സ് നമ്മൾ ബാക്കിയേക്കൂല. അത് ഞാനില്ലേ ആ വന്നിക്കണം വെക്കാൻ കൊടുക്കും ചിഞ്ചിന്. ആയ്മ വെച്ച് തൊട്ടാണ്ട് കജ്ജ കഞ്ഞ പൊട്ടും. എന്നിട്ടേ ആയ്മ തൊട്ടുള്ള കളി വേണ്ട കേട്ടോ. ആഹാ ചത്രക്കായ പിന്നെ എടുത്തിട്ടുണ്ട് വേറെ കാര്യം കണ്ടിട്ടേ അപ്പിച്ച് പിടിച്ചോ. എന്താണ് അവിടെ ചർച്ച? ഞങ്ങൾ രണ്ടുള്ള പല ചർച്ചല്ലോ, അത് പന്നോട് പറയണം നീയാ. അതെന്താ എന്റെ കഥ പൊട്ടക്കായ ആടും തന്നെ വെച്ചോ. ഞങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടാവും, അതൊക്കെ നിങ്ങളോട് പറയണം നിർബന്ധം ഉണ്ടാവും. അതിനെ നിർബന്ധം പറഞ്ഞില്ലല്ലോ. ഏതായാലും ഞങ്ങൾ നിങ്ങളെ പെരക്കാരല്ലേ. ഏത് വകയില് ഞങ്ങൾ പെരക്കാരാവും? അത് പിന്നെ ഞങ്ങളിന്ന് വിനായ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങൾ പെരക്കാർ തന്നെയാണ്. ഞങ്ങൾ എന്ന് ഇവിടെ വിനായ വരെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ പെരക്കാർ തന്നെയാണ്. ഈ ഇതിനാണ് ഇവരോട് സംസാരിക്കുന്നത്. ഇവരുടെ സ്വഭാവം അത്ര ശരിയല്ല. നമുക്ക് നമ്മുടെ കളി കളിക്കാം, നീ വാ. അവരെവിടെ എന്താ ചെയ്യട്ടെ. പോരല്ലേ എന്ത് നടന്നാലും അത് നമ്മൾ അറിയണം. ആഹാ എന്ത് നടന്നാലും നിനക്കറിയണോ? എന്ന് ഞാൻ മുള്ളാൻ പോകുന്ന സമയം നിനക്കറിയണോ? പറടാ. അതൊന്നും എനിക്കറിയില്ല. മുണ്ടാണ്ടിരിക്കും. ഡാ ചെറിയ മേക്കപ്പ് തൊട്ട എന്റെ കജ്ജ് കണ്ടി പൊട്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിങ്ങോട്ട് വെട്ടാൻ ഞാൻ ഇവിടെ നിൽക്കല്ലേ എനിക്ക് വെട്ടി തരാനായിട്ട്. മേക്കോ ഞാൻ അപ്പത്തന്നെ വെട്ടാൻ പോവാ. രണ്ടാളും എന്ത് പണിപ്പിക്കാൻ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. ഒരു പൊട്ടമര ഒരു നമുക്ക് പണി തരാനുള്ള ബുദ്ധിയൊന്നുമില്ല. രണ്ടാളും കൂടെ തെക്കണം. അതിപ്പോൾ നമ്മൾ പോകണം. നമ്മൾ അപമാനിച്ചതിന് ഒരു ശിക്ഷ വേണം. അതിന് നമ്മൾ അവർക്ക് പണി കൊടുക്കണം. അതിന് എന്താ കാട്ടിൽ നമ്മൾ അറിയണം. എന്നിട്ട് നമുക്ക് പണി കൊടുക്കാം. വേണം കൊടുക്കണം. ഒരു നമ്മുടെ നല്ല അസൂയാണ് നമ്മൾ ഓരോ വീട്ടിൽ വന്ന് നിന്നതിന്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ തന്നെ നിൽക്കണം. വിട്ടു കൊടുക്കരുത്, പാടി കൊടുക്കണം. നമുക്ക് പോയി നോക്കാം അവരെന്താ ചെയ്യുന്നതെന്ന്. വാ പോയി നോക്കാം. ഡാ ഞാനോട് പറയണേ, ചെറിയ ലിപ്സ്റ്റിക് തൊട്ടാണ് കജ്ജുകൾ ഞാൻ പൊട്ടു. എന്നോട് ഇത് പറഞ്ഞില്ലെന്ന് വേണ്ട. അത് ലിപ്സ്റ്റിക് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ മുറിച്ച് കളയും. നമ്മളെ പോലെ ജന്തിച്ച് തോർക്ക് കൊടുത്തത് ഞാൻ കളിക്കാൻ കൊടുത്തതല്ലേ, നിന്റെ പോലെ മുറിച്ചിടാൻ കൊടുത്തതല്ല. എന്തൊലക്കായാലും ഞാൻ എന്റെ ലിപ്സ്റ്റിക് കണ്ടുപിടിക്കും. അതിന് ഞാനവിടെ വെച്ചിക്കണമെന്ന് എനിക്കറിയോ? അതൊക്കെ ഈ മുത്തട്ടി കണ്ടുപിടിക്കും. ഈ മുത്തട്ടി പൊട്ടനാണ് എന്റെ വിചാരം. മുത്തട്ടിക്ക് ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. അല്ലെ ലിപ്സ്റ്റിക് ഏത് അടുപ്പിലാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് മുറിച്ച് കളയും. നീ എന്റെ ബോൾ അവർക്ക് കൊടുത്തതിന് ശിക്ഷയായിട്ട് നിന്റെ ലിപ്സ്റ്റിക് ഞാൻ മുറിച്ച് കളയടി. നീ കണ്ടോ? വേണ്ട മുത്തിട്ടേ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ എന്ത് മുറിച്ചാലും വണ്ടി ലിപ്സ്റ്റിക് മുറിക്കരുത്. എനിക്ക് എത്ര സ്ഥലമാണ് ബോള് അത്ര എനിക്ക് ഇഷ്ടമാണ് ലിപ്സ്റ്റിക്. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് തന്നെ മുറിക്കും, അതിനൊരു മാറ്റില്ല. എന്തായാലും എന്റെ ലിപ്സ്റ്റിക് റൂമിലില്ല. മുത്തട്ടി അങ്ങോട്ട് പോവല്ലേ? ഞാൻ പോവും. ലിപ്സ്റ്റിക് മാത്രം മുറിക്കുള്ളൂ, വേറെ ഒന്നും മുറിക്കില്ല. പോരാ. വേണ്ട മുത്തിട്ടേ ജൊന്നും മുറിക്കരുത്. ലിപ്സ്റ്റിക് മുറിക്കാൻ പാടില്ല. ഇനി പൊട്ടന് സ്ഥലം അവിടെ അറിയില്ലല്ലോ. ഞാൻ ഇമ്മച്ചൻ അൽമാരിൽ ഷെൽഫിലാണ് വെച്ചേക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. എന്റെ എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഒന്ന് പോലും എനിക്ക് കാണാൻ കിട്ടില്ലെന്ന് എനിക്കറിയാം. ഒന്ന് അഭിനയിച്ചേക്കാം. അയ്യോ മുത്തട്ടി പൊട്ടിക്കല്ലേ, എന്റെ ലിപ്സ്റ്റിക് പൊട്ടിക്കല്ലേ. അപ്പൊ മനു എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി ചിഞ്ചു. ആ മേക്കപ്പ് എല്ലാം നമുക്ക് നശിപ്പിക്കാം. എന്നിട്ട് അതെല്ലാം മുത്തട്ടിന് തലിക്കിടാം. അങ്ങനെ അവരുണ്ടാൾ പിണങ്ങും. അപ്പൊ നമുക്കൊരു മനസ്സുഖം കിട്ടും. നല്ല ഐഡിയ ആണ് നീ പറഞ്ഞത്. എട്ടിന്റെ പണി തര കൊടുക്കണം. സെറ്റ്. എല്ലാ സാധനങ്ങളും നമുക്ക് ബുദ്ധിപ്പെട്ടിക്കാം. എന്നിട്ട് അവൾ വിചാരിക്കും അത് മുത്തട്ടി ചെയ്തതാണ്. അങ്ങനെ മുത്തട്ടിയും നിന്നും തെറ്റും.